ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിൽ രണ്ട് വമ്പൻ സിനിമകളാണ് ഇറങ്ങിയത്. ഒന്ന് രജനീകാന്തിൻ്റെ കൂലിയും മറ്റൊന്ന് വാർ ടൂവുമാണ്. വാർ ടു എന്ന ചിത്രം എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഇപ്പോഴാണ് ലഭ്യമായിട്ടുള്ളത്. എന്താണെങ്കിലും സൗത്തിലെയും നോർത്തിലെയും വമ്പൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് വാർ ടു എത്തിയത്. എന്താണെങ്കിലും മറ്റൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട് തന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ വലിയ രീതിയിലുള്ള നിരാശയാണ് കാണാൻ കഴിയുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും നെഗറ്റീവായി ഏറെയും ആളുകൾ പറയുന്നത്. പ്രകടനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ജൂനിയർ NTRൻ്റെയും അതേപോലെ ഹൃത്തിക് റോഷൻ്റെയും മികച്ച പ്രകടനം, അതേപോലെ സ്റ്റണ്ട് സീനുകൾ, സിനിമാറ്റോഗ്രാഫി, അതേപോലെ തന്നെ കോറിയോഗ്രാഫി എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ ഇതെല്ലാം മികച്ചതാണെങ്കിലും കഥ അത്ര പോരായെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതികൾ അത്ര പോരായെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒരു ആവറേജ് റെസ്പോൺസിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നമുക്കറിയാം കൂലി എന്ന സിനിമയാണ് നമുക്ക് സൗത്ത് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നതും അങ്ങനെയാണെങ്കിൽ വാർ ടു അതിന് മുകളിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുമെന്നുള്ളതാണെങ്കിൽ ഇവിടെ ഒരു കാര്യം വെളിവാകുകയാണ്. രണ്ട് സിനിമയ്ക്കും ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു ആവറേജ് റിവ്യൂയിലേക്ക്. അതിൽ തന്നെ വാർ ടു കൂലിയേക്കാളും താഴെ എന്നുള്ള ലെവലിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. നമുക്ക് കേരളത്തിൽ അധികം തിയേറ്ററുകളിലെ വലിയ പെർഫോമൻസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഈ ഒരു സിനിമയ്ക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ഹിന്ദി അല്ലെങ്കിൽ തെലുങ്ക് സിനിമ എന്നുള്ള ആ റേഞ്ചിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ രജനീകാന്തിൻ്റെ സിനിമ നമുക്ക് മലയാളികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തരംഗവുമായിരുന്നു. ഒരു ആവറേജ് രീതിയിലേക്ക് പോകുന്നു. പക്ഷേ പ്രകടനങ്ങളെല്ലാം തന്നെ മികച്ചത് തന്നെ. അതുപോലെ തന്നെ ഇൻ്റർവെൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഓരോരുത്തരുടെയും ഇൻട്രോ ഇതെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു. അതുമാത്രമാണ് സിനിമയുടെ പോസിറ്റീവായിട്ട് ആകെ പറയാനുള്ളത്. എന്താണേലും സിനിമ വലിയ രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്കറിയാം ബ്രഹ്മാണ്ഡ സിനിമകൾ അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം.